ഫ്രണ്ട്സ്, നമ്മുടെ ഫിലിപ്സ് ഓട്ടി ആമ്പിനെ നമ്മൾ ഇന്ന് ഈ ഒരു ബോക്സിനകത്തോട്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വയറിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇതിൽ പെൻഡിങ് ആയിട്ടുള്ള വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാബിനറ്റിനകത്താക്കി പിന്നെ ഫ്രണ്ട് പാനലോട് ചെയ്യുമ്പോൾ ഈ ഒരു വർക്ക് നമുക്ക് ഫിനിഷ് ചെയ്യും. പിന്നെ ഇതിൻ്റെ പ്രീ ആമ്പിൻ്റെ ഒരു വർക്കും കൂടെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനെ ക്യാബിനറ്റിനകത്തോട്ടാക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു സാധനം ഇത് നമ്മൾ മൊത്തം ഒരു ഒറ്റ പ്ലാറ്റിൽ ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പോൾ ഇത് നമ്മളിനി ഇതിനകത്തോട്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതിനകത്തോട്ടാക്കുകയാണ്. ഓക്കെ, ഫ്രണ്ട്സ്, നമ്മളിതൊന്ന് ഇതിനകത്തോട്ടാക്കുകയാണ്. അപ്പോൾ അതിന് കണക്കാക്കിയാണ് എല്ലാം ചെയ്തിട്ടുള്ള കാര്യം. ഞാൻ നേരത്തെ അന്ന് ചെയ്ത വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു ടെക്നീഷ്യന് പെട്ടെന്ന് ഇളക്കിയെടുക്കണമെങ്കിൽ പോലും ഇപ്പോൾ എന്നെക്കൊണ്ട് ഞാനല്ല, വേറൊരു ടെക്നീഷ്യനാണ് ഇതിൻ്റെ റിപ്പയർ എന്തെങ്കിലും ചെയ്യുന്ന കാര്യം. ഞാൻ എല്ലാ ദിവസവും ജീവിച്ചിരിക്കുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. അടുത്ത പ്രാവശ്യം ഞാൻ മരിച്ചു എന്ത് ചെയ്യും. അപ്പോൾ മറ്റൊരാളിനെ നന്നാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് ഇളക്കിയെടുക്കുന്ന ഇവിടുത്തെ കുറച്ച് സ്ക്രൂസ് ഉണ്ട് ഇതിൻ്റെ അടിയിൽ. അത് ഇളക്കി കഴിഞ്ഞാൽ ഈ ഒരു ആമ്പ് നമുക്ക് പൊക്കിയെടുക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, ഇത് നമ്മൾക്ക് ഒന്ന് വച്ച് മുറുക്കാനാണ് ഞാൻ ചെയ്യുന്നത്. ഇവിടെ ഒരു 6-7 സ്ക്രൂ ഇങ്ങനെ വരും. 6 അല്ല, ഒരു 10-12 സ്ക്രൂ ഇങ്ങനെ ചുറ്റിനും വച്ച് നമ്മൾ അടച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിന് ക്യാബിനറ്റ് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ കണക്ഷൻസൊക്കെ ഇതിനകത്ത് കുറച്ച് കണക്ഷൻസൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. ആ കണക്ഷൻസ് ഫുള്ള് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഇൻപുട്ട് വരുന്നത് ഇവിടെയാണ്. ഈ ഗ്രീൻ കളർ കാണുന്ന ഇൻപുട്ടാണ്. യെല്ലോ കളർ കാണുന്നത് ഇതിലൊരു സ്പീക്കർ ഡിലേ വരുന്നുണ്ട്, അതിൻ്റെ കണക്ഷനാണ് വരുന്നത്. പിന്നെ ഇവിടെയാണ് ബോർഡിലേക്കുള്ള പോസിറ്റീവ് നെഗറ്റീവ് സപ്ലൈ കൊടുക്കുന്നത്. ഇതാണ്. പിന്നെ സ്പീക്കറിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. പിന്നെ നമ്മൾ സീഡിലിൻ്റെ 2N3055 ട്രാൻസിസ്റ്റേഴ്സാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു ഭാഗത്ത് സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഈ കാണുന്നത് സോഫ്റ്റ് ആയിട്ടാണ്. അപ്പോൾ അതിൻ്റെ കണക്ഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ബോർഡിലേക്ക് വരുന്ന സമയത്തും സ്പീക്കർ ഔട്ട് ഈ സൈഡിലാണ് വരുന്നത്. DC ഇൻപുട്ട് അല്ലെങ്കിൽ വോൾട്ടേജ് കൊടുക്കേണ്ടത് നമ്മൾ ഈ ഭാഗത്തായിട്ടാണ്. ഓഡിയോ സിഗ്നൽ കൊടുക്കേണ്ട ഈ ഭാഗത്തായിട്ടാണ്. പിന്നെ സ്പീക്കർ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ആ സ്പീക്കർ ഡിലേ, ഈ കാണുന്ന സ്പീക്കർ ഡിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു 18 വോൾട്ട് നമ്മൾ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത് നമ്മുടെ അനലോഗ് വ്യൂ മീറ്റർ വർക്ക് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. റോഡ് LEDൻ്റെ ഈ കാണുന്നതാണ് വ്യൂ മീറ്ററിൻ്റെ ഡ്രൈവർ. അപ്പോൾ റോഡ് LEDൻ്റെ പ്രോജക്റ്റ് 55 പ്രോജക്റ്റ് 55 എന്ന് പറയുന്ന ഒരു വ്യൂ മീറ്റർ അനലോഗ് വ്യൂ മീറ്റർ പ്രീ ആമ്പാണ് നമ്മളവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സാൻസൂയി എന്ന് പറയുന്ന കമ്പനിയുടെ 2 അനലോഗ് വ്യൂ മീറ്റർ വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് വരുന്ന പവർ സപ്ലൈ ബോർഡ് വരുന്നുണ്ട്. നമ്മുടെ വ്യൂ മീറ്ററിൻ്റെ പവർ സപ്ലൈ ബോർഡ് ഇതിനകത്ത് വരുന്നുണ്ട്. ഇത്രയും തന്നെയാണ്. ഇത് പവർ ആമ്പ്, അതായത് ഇതിലൂടെ പ്രീ സിഗ്നൽ കൊടുക്കുമ്പോൾ വർക്കാവുന്ന രീതിയിലുള്ളൊരു പവർ ആമ്പ് പോലെയാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് പ്രീ ആമ്പ് ഉൾപ്പെടുത്തിയിട്ടില്ല. അത് വേറൊരു ക്യാബിനറ്റിൽ വേറൊരു സെലക്ടറൊക്കെ ചെയ്ത് നല്ല രസത്തിൽ അത് വേറൊരു സെറ്റപ്പ് നമ്മൾ ചെയ്യുന്ന പ്ലാനിങ് ആണ്. പിന്നെ ഈ കാണുന്നത് 8 സെൻറ്റി പൊക്കത്തിലാണ് ഈ ഒരു ക്യാബിനറ്റിന് വരുന്നത്. വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ക്യാബിനറ്റാണ്. വളരെ പൊക്കം കുറച്ചിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം കോസ്റ്റ് വന്നിട്ടുണ്ട്. ഇത് ചെയ്ത് വരുമ്പോൾ ഏകദേശം എങ്ങനെ പോയാലും ഒരു 14,000-15,000 ആ റേഞ്ചൊക്കെ ആയി കാണും. നീ കണക്കെടുത്ത് നോക്കണം എത്രയാണെന്നുള്ള. ഈ ഒരു ക്യാബിനറ്റും എല്ലാം കൂടെ ഏകദേശം ഇപ്പോഴും കാണുന്ന അവസ്ഥയിൽ 7 കിലോ വരും. ക്യാബിനറ്റ് മാത്രം തന്നെ നമുക്ക് 4.5 കിലോ ഉണ്ട്. 4.5 കിലോ ക്യാബിനറ്റ് മാത്രമുണ്ട്. ഈ ട്രാൻസ്ഫോമർ എല്ലാം കൂടെ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 7 കിലോ അടുപ്പിച്ചൊക്കെ വരുമായിരിക്കും. ഏകദേശം 7 കിലോയില്ല, ചിലപ്പോൾ കൂടുതൽ വന്നേക്കാം. ഞാൻ കൃത്യമായിട്ടുള്ള അളവല്ല, അത് വെയിറ്റ് അല്ല പറഞ്ഞത്. ഏകദേശം അത്രയും വരുമായിരിക്കും. പിന്നെ ഇതിൻ്റെ ഒരു അടപ്പുണ്ട്, ഞാനത് കാണിച്ചു തരാം. ഇതിന് മുകളിലൊരു അടപ്പും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഇതിൻ്റെ മുകളിലത്തെ ആ ഒരു മൂടി. എയർ വെൻറ്റിങ്ങിന് മുകളിലോട്ടാണ് കൊടുത്തിട്ടുള്ളത്. കാര്യം ഹീറ്റ് എപ്പോഴും മുകളിലോട്ടാണ് പോകുന്നത്. അത് നിങ്ങൾക്കറിയാമല്ലോ, എപ്പോഴും ഹീറ്റ് മുകളിലോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരു എയർ വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് പോയിട്ട് ഫിലിപ്സ് 40 അത്ര വലിയ ഹീറ്റാവുന്നൊരു ആമ്പല്ല, ചെറിയൊരു ഹീറ്റാവുന്ന ആമ്പാണ്. അപ്പോൾ അതിന് സത്യം പറഞ്ഞാൽ ഇത് ചെറിയ 2 ഈ കാണുന്ന ലെയർ അല്ലെങ്കിൽ സൈഡിലോ ഒരു എയർ വെൻറ്റ് കൊടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ മോസ്ഫെറ്റ് ചൂടാവുന്ന പോലെയോ ക്ലാസ് A ചൂടാവുന്ന പോലെയൊന്നും ഇത് അത്ര വലിയ ഹീറ്റാവുന്നൊരു സാധനമല്ല. ചെറിയൊരു ഹീറ്റ് മാത്രമേ വരുന്നുള്ളൂ. 40 വാട്ട് 40 വാട്ടാണ് നമുക്ക് വരുന്നത്. ഫിലിപ്സിൻ്റെ സെയിം ആ സർക്യൂട്ടിലാണ് ഈ സാധനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ആമ്പാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിനകത്ത് യൂണിവേഴ്സൽ പ്രീ ആണ് നമ്മൾ ചെയ്യുന്നത്. ഫിലിപ്സിൻ്റെ തന്നെ യൂണിവേഴ്സൽ പ്രീ വെച്ചിട്ടൊരു സംഭവം ചെയ്യുന്നുണ്ട്. അത് ഒരു ഓഡിയോ സെലക്ടറൊക്കെ വെച്ചിട്ട്, ഒരു ഡിജിറ്റൽ ഓഡിയോ സെലക്ടറൊക്കെ വെച്ചിട്ടുള്ളൊരു സെറ്റപ്പാണ് നമ്മൾ ചെയ്യുന്നത്.
അപ്പോൾ പൂർണ്ണമായിട്ട് നമുക്കൊരു ഓഡിയോ ചെക്ക് ചെയ്തൊക്കെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കേസ് ഈ കോപ്പിറൈറ്റ് ആണ് നമ്മുടെ ഒരു മുന്നിലൊരു പ്രശ്നമായിട്ട് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഇത് കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഇത് ചെക്ക് ചെയ്യാനായിട്ട് മടിക്കുന്നത്, നിങ്ങളെ കാണിക്കുന്നതിന് മടിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കാണിച്ചാൽ മനസ്സിലാവത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാനൊന്ന് കാണിക്കാം, ഞാനൊന്ന് നോക്കട്ടെ, കോപ്പിറൈറ്റ് ഇല്ലാത്ത ഏതെങ്കിലും ഒരു സോങ് കിട്ടുമോ നോക്കട്ടെ. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ വർക്ക്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു അലുമിനിയം പാനൽ ചെയ്യാനുണ്ട്, ഓളയം കൺട്രോൾ വയ്ക്കാനുണ്ട്, പിന്നെ നമ്മുടെ വ്യൂ മീറ്ററൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കാനായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വർക്കുകൾ. അപ്പോൾ ഇതൊക്കെ നമ്മൾ വിൽക്കാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ബിസിനസ്സായിട്ടൊന്നും ചെയ്യുന്നതല്ല, ഒരു ആഗ്രഹം അങ്ങനെ ചെയ്യുന്നതാണ്. പരിചയമുള്ള ആൾക്കാർക്കൊക്കെയാണ് നമ്മളിത് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കണ്ടു. നമ്മളിതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് വർക്ക് നമ്മൾ കണ്ടു. ക്യാബിനറ്റ് എല്ലാം ചെയ്തു. കുറച്ച് പാടായിട്ടുള്ള വർക്കുകളാണ് എല്ലാം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് പാടാണ്. കുറച്ച് നമുക്ക് വർക്ക് കൂടുതലുള്ളൊരു കേസാണ് ഇതെല്ലാം. കാര്യം ക്യാബിനറ്റ് നമ്മൾ ലോക്കലി വാങ്ങുന്നതല്ല. നമ്മൾ ഈ ക്യാബിനറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാതെ നമ്മൾ ചെയ്യിച്ചെടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിനകത്തുണ്ട്. അപ്പോൾ ഓക്കെ, ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ആ ഒരു ഫ്രണ്ട് പാനലൊക്കെ വെച്ചിട്ടുള്ള മറ്റൊരു വീഡിയോ കൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.